പറയാറുണ്ട്, ഈ വണ്ടിയും വാഹനവും വീടും ഇതൊക്കെ അള്ള തന്നിരിക്കുന്നത് 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ താടിയുടെ നീളം കണ്ടിട്ട് കുടുംബ മഹിമയൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾ കണ്ടിട്ട് അള്ള വാരി തന്നെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും കരുതരുതട്ടാ. സ്വപ്നത്തിൽ പോലും അങ്ങനെ കരുതണ്ട. നിനക്ക് അള്ളാഹു ഇതൊക്കെ തന്നിരിക്കുന്നത് ഈ 8ന്റെ പണി നിനക്ക് തരാനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അടാ, അള്ള നിനക്ക് 8ന്റെ പണിയെ തന്നിരിക്കുന്നത്. ഈ സമ്പത്തൊക്കെ അള്ള നിനക്ക് തരും. എന്നിട്ട് നിന്റെ മുന്നിൽ പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൈനീട്ടിക്കും. നീ അവന് കൊടുത്ത സ്വർഗത്തിൽ പോകും, കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കണം. നമ്മുടെ കയ്യിൽ സമ്പത്ത് വരുമ്പോ ആദ്യം നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കണം. ഒരുപാട് പേര് കൂടപ്പുറപ്പുകൾ, കുടുംബക്കാർ, ഉമ്മയുടെ വീട്ടുകാർ, വാപ്പയുടെ വീട്ടുകാർ, അല്ലെങ്കിൽ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ. ഏറ്റവും കൂടുതൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഈ കടത്തിൽ പെട്ടുകിടക്കുന്നവരെ വേണം സഹായിക്കാൻ. അതിന് വല്ലാത്ത പതിവല്ല. അതൊക്കെ ഇന്ന് ചെയ്യുവാണെങ്കിൽ ഫ്ലെക്സ് വേണമല്ലോ. നമ്മുടെ വിഷയം തന്നെ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നരകത്തിൽ അള്ളാഹു എടുത്തു വെക്കുന്ന 3 ശരീരം. നാളെ അള്ളാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് എടുത്തു വെക്കുന്ന 1ാമത്തെ മനുഷ്യൻ ഖുർആൻ പഠിച്ചവൻ. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ശുഹദാ. 3 അള്ളാഹു നരകത്തിലേക്ക് ആദ്യമായിട്ട് എടുത്തെറിയുന്ന 3ാമത്തെ മനുഷ്യനാരെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, സദഖ നൽകിയവനെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. 3 പേരുടെയും നിയ്യത്ത് ഒന്നായിരുന്നു. 3 പേർക്കും ഇഖ്ലാസ് ഇല്ലായിരുന്നു. ഖുർആൻ പഠിച്ചവൻ ഇഖ്ലാസ് ഇല്ല, യുദ്ധത്തിന് പോയവൻ ഇഖ്ലാസ് ഇല്ല, സദഖ കൊടുത്തവൻ ഇഖ്ലാസ് ഇല്ല. കാരണം എല്ലാവരും അറിയണം, എല്ലാവരും കാണണം, ഒരുപാട് പബ്ലിസിറ്റി കേട്ടണം. ഞാൻ പള്ളിക്ക് 1 കോടി കൊടുത്തു, 5 കോടി കൊടുത്തു, എന്റെ പെണ്ണുമ്പിള്ളയുടെ സ്വർണ്ണം ഊരിക്കൊടുത്തു. എല്ലാവരും പബ്ലിസിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാതൊരു പ്രതിഫലവുമില്ല. നാളെ പടച്ചറബിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാഹു അവനോട് പറയും, ആര് കാണുന്നതിന് വേണ്ടിയാണോ ചെയ്തത് അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങ്, അവന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള കാര്യം ആരും അറിയാതെ ചെയ്യുന്ന സദഖയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണ്. Download Moj.